ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ബ്രസീൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിയത്. പക്ഷേ ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബ്രസീലിന്റെ റൈറ്റ് ബാക്കായ വെസ്ലിക്ക് പരിക്കേറ്റു. ഗ്രോയിൻ ഇഞ്ചുറിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹത്തിന് കളിക്കളം വിടേണ്ടി വന്നു. ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം കരയുകയും ചെയ്തിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ വലിയ രൂപത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ പരിക്കിന്റെ ആഴം വ്യക്തമാവുകയുള്ളൂ. വെസ്ലി പുറത്തായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പകരം റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് കാർലോ ആഞ്ചലോട്ടി ആരെ കൊണ്ടുവരും? അതിൻ്റെ ഓപ്ഷനുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് എഡർ മിലിറ്റാവോയെ കണ്ടുവച്ച പരിശീലകനായിരുന്നു കാർലോ ആഞ്ചലോട്ടി. എന്നാൽ എഡർ മിലിറ്റാവോക്ക് പരിക്കേറ്റു. അങ്ങനെ വെസ്ലിയെ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അവിടെ ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് ഡാനിലോയാണ് ഉള്ളത്. അതുപോലെ തന്നെ റോജർ ഇബാനസിനെ വേണമെങ്കിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിപ്പിക്കാം. എന്നിരുന്നാലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു RBയെ നിലവിൽ ബ്രസീലിന് ആവശ്യമായി വരികയാണ്. വെസ്ലി പുറത്താവുകയാണെങ്കിലുള്ള ഒരു സിനാരിയോയാണ് നമ്മൾ പറയുന്നത്. 3 ഓപ്ഷനുകളാണ് പ്രധാനമായും ആഞ്ചലോട്ടിക്ക് ലഭ്യമാവുക. ഒരാൾ പൗലോ ഹെൻറിക്കെയാണ്. വാസ്കോക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് പൗലോ ഹെൻറിക്കെ. നേരത്തെ കാർലോ ആഞ്ചലോട്ടി ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു താരം വീട്ടീഞ്ഞോ, ബോട്ടഫോഗോക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് വീട്ടീഞ്ഞോ. ഇദ്ദേഹവും ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ഭാഗമായിട്ടുണ്ട്. കൂടാതെ യാൻ കൂട്ടോ, ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിന്റെ താരമാണ് യാൻ കൂട്ടോ. നേരത്തെ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് യാൻ കൂട്ടോ. ഇങ്ങനെ 3 ഓപ്ഷനുകളാണ് കാർലോ ആഞ്ചലോട്ടിയുടെ മുന്നിൽ ഉള്ളത്. പൗലോ ഹെൻറിക്ക്, വീട്ടീഞ്ഞോ, യാൻ കൂട്ടോ എന്നിവരാണ് ഇപ്പോൾ ലഭ്യമായ 3 ഓപ്ഷനുകൾ. ഇനി മറ്റൊരു താരം വാൻഡേഴ്സൺ ആണ്. മൊണോക്കോക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് വാൻഡേഴ്സൺ. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്തെന്നാൽ പരിക്ക് തന്നെയാണ്. ഫിസിക്കൽ പ്രശ്നങ്ങൾ വാൻഡേഴ്സൺ ഉണ്ട്. അതുകൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്നും മാറ്റി നിർത്തിയത്. ഏതായാലും വെസ്ലി പുറത്താവുകയാണെങ്കിൽ പൗലോ ഹെൻറിക്കെ, വീട്ടീഞ്ഞോ, യാൻ കൂട്ടോ ഈ 3 താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ ആഞ്ചലോട്ടി ടീമിലേക്ക് വിളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.